ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ടെക്നിക്സ് ഓഫ് അനാലിസിസ് ഓഫ് വേരിയൻസിനെയാണ്. ടെക്നിക്സ് ഓഫ് അനാലിസിസ് ഓഫ് വേരിയൻസ് പറഞ്ഞാൽ അനോവയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് അനോവ, എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ എന്ന് നോക്കാം. അനാലിസിസ് ഓഫ് വേരിയൻസ്, അനോവ is a collection of statistical models. This technique is specifically designed to test whether the mean of more than two quantitative population are equal. R.A. Fisher developed this technique to analyze the variance of two or more series for the purpose of studying their features. So, it's an elaborate technique which can be applied in a variety of problems. It includes satisfaction and cross-classification of statistical result and testing whether the means of specified classification differ significantly. അതായത് ഈ അനോവയെക്കുറിച്ച് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, രണ്ടോ അതിലധികമോ പോപ്പുലേഷനുകളിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന അരിത്തക്കറ്റ് മീനോ സാമ്പിളിൽ നിന്നോ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ അല്ലെങ്കിൽ വേരിയൻസ് ഉണ്ടോ, അവ വന്നിരിക്കുന്നത് ഒരേ കൈൻഡ് ഓഫ് പോപ്പുലേഷനിൽ നിന്നോ ആണോ എന്ന് പഠിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കാണ് അനോവ. ഫോർ എക്സാമ്പിൾ, 4 സെയിൽസ് പേഴ്സൺസും അതിനടുത്തിരിക്കുന്ന ആവറേജ് സെയിൽസും ആ ആവറേജ് സെയിൽസിൽ നിന്നും നമ്മൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് പഠിക്കുന്നതിൽ അനോവ യൂസ് ചെയ്യാറുണ്ട്. അതല്ലെങ്കിൽ 4 അനലിറ്റിക്കൽ പോട്ടുകളിൽ നിന്നും ഈൽഡ് പ്രൊഡക്ടിവിറ്റിയിൽ നിന്നും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് അനോവ യൂസ് ചെയ്യാറുണ്ട്. മറ്റൊരുപാട് എക്സാമ്പിൾസും ടെക്നിക്സ് ഓഫ് വേരിയൻസും നടത്താൻ വേണ്ടിയിട്ട് R.A. ഫിഷർ ഡെവലപ്പ് ചെയ്തൊരു ടെക്നിക്സാണ് അനോവ എന്ന് പറയുന്നത്. പിന്നെ അനാലിസിസ് ഓഫ് വേരിയൻസ് യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്ക് എന്ന് പറയുന്നത് F-ടെസ്റ്റ് ആണ്. അതായത് T-ടെസ്റ്റ് 30 സാമ്പിൾസിൽ കുറവാണെങ്കിൽ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. Z-ടെസ്റ്റ് 30 സാമ്പിളിൽ കൂടുതലാണെങ്കിൽ യൂസ് ചെയ്യുന്നത്. F-ടെസ്റ്റ് എന്ന് പറയുന്നത് അതിൽ തന്നെ ഒരു F-ടെസ്റ്റ് നമ്മൾ വേരിയൻസ് റേഷ്യോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. മറ്റെല്ലാ ടെസ്റ്റുകളിൽ നിന്നും അനാലിസിസ് ഓഫ് വേരിയൻസ് ഒരു നൺ ഹൈപ്പോത്തിസിസ് സ്പെസിഫൈ ചെയ്യാറുണ്ട്. അനാലിസിസ് ഓഫ് വേരിയൻസ് നമ്മൾ സ്പെസിഫൈ ചെയ്ത ഹൈപ്പോത്തിസിസിൽ നിന്നും എല്ലാ പോപ്പുലേഷൻ മീനിൽ ഈക്വൽ ആണ് എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അനോവ ചെയ്യുന്നത്. അല്ലെങ്കിൽ എല്ലാ സാമ്പിളുകളും ഓരോ വേരിയബിളായിട്ടാണ് അല്ലെങ്കിൽ ഒരേ കൈൻഡ് ഓഫ് പോപ്പുലേഷനിൽ നിന്നാണ് വന്നതെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അനോവ യൂസ് ചെയ്യുന്നത്. 2 തരത്തിലുള്ള ക്വസ്റ്റ്യൻസാണ് അനോവയിൽ നിന്ന് വരുന്നത്. അതിലൊന്ന് 1 വേ ക്ലാസിഫിക്കേഷനും സെക്കൻഡ് 2 വേ ക്ലാസിഫിക്കേഷനുമാണ്. എന്താണ് 1 വേ ക്ലാസിഫിക്കേഷൻ എന്ന് നോക്കാം. നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന ഒബ്സർവേഷനിൽ നിന്ന് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഒരു സിംഗിൾ ക്രൈറ്റീരിയയുടെ ഭാഗമാണെങ്കിൽ അതിന് 1 വേ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പഠിക്കുന്നത് ഈൽഡ് ഓഫ് ക്രോപ്പിനെ കുറിച്ചാണെങ്കിൽ ഈൽഡ് ഓഫ് ക്രോപ്പും ഫെർട്ടിലൈസറും തമ്മിലുള്ള ബന്ധമാണെങ്കിൽ അത് 2 വേ ആയിരിക്കും. മറിച്ച് ഈൽഡ് ഓഫ് ക്രോപ്പിനെ ഇവിടെ അനോവ 2 തരത്തിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. അതിൽ 1 വേ ക്ലാസിഫിക്കേഷനും 2 വേ ക്ലാസിഫിക്കേഷനുമായിട്ട് രണ്ട് കൈൻഡിൽ അനോവ ഉണ്ട്. അതിൽ 1 വേ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിൽ 1 ക്രൈറ്റീരിയ ആണ് വരുന്നത്. അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ ഫെർട്ടിലൈസറും സീഡ്സും തമ്മിലുള്ളതാണ് ബന്ധമാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അതിൽ ഒരു സിംഗിൾ ക്രൈറ്റീരിയ ആണ് വരുന്നത്. ഇനി ഫെർട്ടിലൈസറും സീഡും ഈൽഡും തമ്മിലുള്ള ബന്ധമാണ് നോക്കുന്നത്. അതിൽ 2 or more ക്രൈറ്റീരിയ, അതായത് മൾട്ടിപ്പിൾ ക്രൈറ്റീരിയ വരുന്നുണ്ട്. അപ്പോൾ അതിനെ 2 വേ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നുണ്ട്. പിന്നെ 1 വേ ക്ലാസിഫിക്കേഷനിൽ ആദ്യം തന്നെ നമ്മൾ ഫിക്സ് ദ നൾ ആൻഡ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്. ആദ്യം നമ്മളൊരു ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യും. അത് നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ചായിരിക്കും. അതിൽ നൾ ഹൈപ്പോത്തിസിസിനെ പ്രതിപാദിക്കുന്നത് H0 ആണ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം H0 നൾ ഹൈപ്പോത്തിസിസും H1 ആൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസുമാണ്. H0
μ1 equal to μ2 equal to μ3. എല്ലാ പോപ്പുലേഷനും ഒരേ വേരിയൻസിലാണ്, ഒരേ കൈൻഡ് ഓഫ് ഇതിലാണ് വരുന്നത് എന്ന് പ്രതിപാദിക്കുന്നതാണ് ഈ നൾ ഹൈപ്പോത്തിസിസ് ഫസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇനി അതെല്ലാം ആൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ് ആണെങ്കിൽ H1 is not equal to mu. In second one, calculate the variance between samples. In one-way classification, all observations are classified into groups. അതായത് സാമ്പിൾസ് ഓരോ ഒബ്സർവേഷനെയും അല്ലെങ്കിൽ എല്ലാ ഒബ്സർവേഷനെയും നമ്മളൊരു സാമ്പിൾസ് ഗ്രൂപ്പ്സ് ആക്കി മാറ്റുന്നുണ്ട്. ഓൺ ദ ബേസ് ഓഫ് സിംഗിൾ ഫാക്ടർ, ഒരേ ഫാക്ടർ വെച്ചിട്ട് നമ്മളൊരു സാമ്പിൾസ് ഗ്രൂപ്പ് ഉണ്ടാക്കും. ദ വേരിയൻസ് ബിറ്റ്വീൻ ദ ഗ്രൂപ്പ്സ് ഓഫ് measures the difference between the samples mean of each group or overall mean divided by the number of the observation in each group. In the sum of squares between the samples, അതായത് sum of squares between the samples എന്ന് പറയുന്നത് SSC, the following are the important steps to calculate the variance between samples. First one, compute the mean of each samples. That one x1 x bar 1 x bar 2 ആണ്. അതിൽ x1 അല്ല, x bar 1ഉം x bar 2ഉം ആണ്. അത് ടെക്നിക്കൽ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ബാറ് കൊടുക്കാൻ പറ്റില്ല. അത് x bar 1 x bar 2 ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ഓരോ സാമ്പിൾസിനെയും നമ്മൾ മീൻ കണ്ടെത്തുകയാണ് വേണ്ടത്. കമ്പ്യൂട്ട് ദ ഗ്രാൻഡ് ആവറേജ്, ആ എല്ലാ സാമ്പിൾസിനെയും നമ്മൾ അതിൻ്റെ ഗ്രാൻഡ് ആവറേജും കണ്ടെത്താം. പിന്നെ മൂന്നാമത്തത്, ടേക്ക് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മീൻസ് ഓഫ് ദ വേരിയൻസ് സാമ്പിൾസ് ആൻഡ് ഗ്രാൻഡ് ആവറേജ്. ആ എല്ലാ മീൻ്റെയും ഡിഫറൻസ് കണ്ടെത്തുക. അത് ഡിഫറൻസ് കണ്ടെത്തുന്നത് മീൻസ് ഓഫ് ദ വേരിയൻസ് ഓഫ് സാമ്പിൾസും ഗ്രാൻഡ് ആവറേജും തമ്മിലുള്ള ഡിഫറൻസാണ് നമ്മൾ എടുക്കേണ്ടത്. പിന്നെ ഫോർത്ത് വൺ, സ്ക്വയർ this deviation and obtain the total which will give some squares between the samples. നമ്മൾ കണ്ടെത്തിയ ആവറേജിൽ നിന്ന് നമ്മൾ അതിന് സ്ക്വയർ ഡെവിയേഷൻ കണ്ടെത്തണം. അത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ കൂടി വ്യക്തമാകുന്നത്. നമുക്ക് പ്രോബ്ലത്തിൻ്റെ സൈഡ് എത്തുമ്പോൾ ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയാം. ഫിഫ്ത്ത് വൺ, ഡിവൈഡ് ദ ടോട്ടൽ ഒബ്റ്റൈൻഡ് ഇൻ 4 സ്റ്റെപ്പ് ബൈ ദിസ് ഡിഗ്രി ഓഫ് ഫ്രീഡം. ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന് നമ്മളിവിടെ K-1 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് K ഇസ് ദ നമ്പർ ഓഫ് സാമ്പിൾസ്. എത്ര സാമ്പിൾസ് ഉണ്ടെന്ന് എന്നതിലാണ് നമ്മൾ K എന്ന് കൊടുക്കുന്നത്. അതായത് K-1 എന്ന് പറയുമ്പോഴും നമ്പർ ഓഫ് സാമ്പിൾസ് -1 we will get it means sum of squares between samples. Step 2, calculate the variance within the samples. നമ്മൾ ഫസ്റ്റ് നമ്മൾ ബിറ്റ്വീൻ ദ സാമ്പിൾസ് ആണ്, ഇനി വിത്തിൻ ദ സാമ്പിൾസ് ആണ് നോക്കാൻ പോകുന്നത്. അതിൽ ദ വേരിയൻസ് വിത്തിൻ ദ സാമ്പിൾ മെഷേഴ്സ് ഓഫ് വാരിയബിലിറ്റി അറൗണ്ട് മീൻ ഓഫ് ഈച്ച് ഗ്രൂപ്പ്. ഇറ്റ് ഈസ് ദ സം ഓഫ് സ്ക്വയർസ് വിത്തിൻ സാമ്പിൾസ് റോസ്. ദിസ് ഫോളോയിങ് ആർ ദ സ്റ്റെപ്സ് ടു കമ്പ്യൂട്ട് സം ഓഫ് സ്ക്വയർസ് വിത്തിൻ ദ സാമ്പിൾസ്. നമുക്ക് ആ സ്റ്റെപ്സ് ഏതാന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഫസ്റ്റ് സ്റ്റെപ്പ് ടു കമ്പ്യൂട്ട് ദ മീൻ ഓഫ് വാല്യൂ ഓഫ് ഈച്ച് സാമ്പിൾ എക്സ് ബാർ. അതായത് ഇവിടെ എക്സ് ബാർ 1 എക്സ് ബാർ 1 അങ്ങനെ ഓരോ സാമ്പിൾ നമ്മൾ അതിൻ്റെ മീന് കാൽക്കുലേറ്റ് ചെയ്യാണ് വേണ്ടത്. സെക്കൻഡ് സ്റ്റെപ്പ്, ടേക്ക് ഡീവിയേഷൻ ഓഫ് ദ വേരിയസ് ഐറ്റംസ് ഇൻ എ സാമ്പിൾ ഫ്രം ദ മീൻ ഓഫ് വാല്യൂ ഓഫ് ദിസ് റെസ്പെക്റ്റീവ് ഐറ്റംസ്. ഇതിൻ്റെ ഡീവിയേഷൻ കണ്ടെത്താണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നെ ദെൻ സ്ക്വയർ ദിസ് ഡീവിയേഷൻ ആൻഡ് ഗെറ്റ് ദ ടോട്ടൽ. ഇതൊക്കെ നമ്മൾ പ്രോബ്ലത്തിൻ്റെ സൈഡിൽ എത്തുമ്പോൾ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാവുള്ളൂ. ഈ തിയറി പറയുമ്പോൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യണമെന്നില്ല. ഫോർത്ത് വൺ, ഡിവൈഡ് ദ ടോട്ടൽ ഒബ്റ്റൈൻഡ് ഇൻ സ്റ്റെപ്പ് നമ്പർ 3 ഇൻ ഡിഗ്രി ഓഫ് ഫ്രീഡം. വി വിൽ ഗെറ്റ് മീൻ ദ സ്ക്വയർ ഓഫ് വിത്തിൻ ദ സാമ്പിൾ. കമ്പ്യൂട്ട് എഫ് ദ റേഷ്യോ. ലാസ്റ്റ് പാർട്ടിലാണ് നമ്മൾ എഫ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത്രയാണ് സെക്കൻഡ് സ്റ്റെപ്പിൽ വരുന്നത്. ഓക്കെ, നമ്മൾ എഫ് ടെസ്റ്റ് അതായത് എഫ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്
ഫോർമുല എന്താണെന്ന് നോക്കാം. മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ബിറ്റ്വീൻ സാമ്പിൾസ് ഡിവൈഡഡ് ബൈ മീൻ സം ഓഫ് സ്ക്വയേഴ്സ് വിത്തിൻ സാമ്പിൾസ്. ഓക്കെ, അതായത് ഇതിൽ MSC ഡിവൈഡ് ബൈ MSE ആണ് പറയുന്നത്. അതിൻ്റെ MSE എങ്ങനെയാണ് MSE എങ്ങനെയാണ് വരുന്നതെന്ന് SSTയിൽ 330, ഡിഗ്രി ഓഫ് ഫ്രീഡംസിൽ 14 വന്നത് 50 - 1. അതായത് ഇവിടെ നോക്കാം, നമുക്ക് അനോവ ടേബിളിൽ ടോട്ടലിന് നേരെ SST പിന്നെ N-1. N-1 എന്ന് പറയുമ്പോൾ N = ടോട്ടൽ നമ്പർ ഓഫ് ഓൾ ഐറ്റംസ് -1. അതായത് ടോട്ടൽ നമ്പർ ഓഫ് ഓൾ ഐറ്റംസ് എന്ന് പറയുന്നത് 15 ആണ്. 15 - 1 എന്ന് പറയുന്നത് 14 ആണ്. ആ 14 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് F റേഷ്യോ ആണ് കാണേണ്ടത്. F റേഷ്യോ കാണാൻ നമുക്ക് വാരിയൻസ് ബിറ്റ്വീൻ സാമ്പിൾസ്, വാരിയൻസ് വിത്തിൻ സാമ്പിൾസ് നോക്കാം. നമുക്ക് കിട്ടിയ 95ഉം, അതായത് ഇതാ ഇവിടെ MSC കിട്ടിയിട്ടുണ്ട്, MSEയും കിട്ടിയിട്ടുണ്ട്. F റേഷ്യോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഇവിടെ നോക്കൂ. വാരിയൻസ് റേഷ്യോ ഓഫ് F എന്ന് പറയുന്നത് ലാസ്റ്റ് കോളത്ത് കാണാം. MSC ഡിവൈഡഡ് ബൈ MSC. MSC ഡിവൈഡഡ് ബൈ MSE. MSCയുടെ വാല്യൂ 95ഉം MSCയുടെ വാല്യൂ 11.67 ആണ്. 95 ഡിവൈഡഡ് ബൈ 11.67 എന്നാണ് രണ്ട് ഐറ്റം MSCയും MSCയും കിട്ടിയത്. അത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 8.14 കിട്ടും. 8.14 കിട്ടും. ഇനി നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിലേക്കാണ് പോകുന്നത്. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച നൾ ഹൈപ്പോത്തീസിസ് ആക്സെപ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യണോ ആണ് നോക്കേണ്ടത്. നമ്മൾ സെറ്റ് ചെയ്ത നൾ ഹൈപ്പോത്തീസിസ് എന്ന് പറയുന്നത് H0 = the mean of all sample are equal. എല്ലാ സാമ്പിൾസും ഈക്വൽ ആണ്. എല്ലാ സാമ്പിൾസും ഒരേ വേരിയൻസിലാണ് അല്ലെങ്കിൽ ഒരേ കൈൻഡ് ഓഫ് പോപ്പുലേഷൻസിലാണ് എറൈസ് ചെയ്യുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ the table value of F for V2 V12, അതായത് ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് പറയുന്നത്. ഡിഗ്രി ഓഫ് ഫ്രീഡം നമുക്ക് കിട്ടിയത് ബിറ്റ്വീൻ ദ സാമ്പിൾസിൽ 2ഉം വിത്തിൻ ദ സാമ്പിൾസിൽ 12ഉം ആണ് കിട്ടുന്നത്. ആൻഡ് ദ 5 ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 3.89. നമ്മൾ ടേബിൾ വാല്യൂയിൽ F ടെസ്റ്റ് റേഷ്യോയിൽ നമുക്ക് നോക്കിയാൽ കിട്ടും. 5% നോക്കിയാൽ നമുക്ക് കാണാം ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 3.89 ആണ് കിട്ടുന്നത്. ഇവിടെ നമുക്ക് കമ്പ്യൂട്ട് ചെയ്ത വാല്യൂ 8.14 ആണ്. അതായത് നമ്മൾ ചെയ്ത കാൽക്കുലേറ്റഡ് വാല്യൂവിനെക്കാട്ടിലും ടേബിൾ വാല്യൂവിനെക്കാട്ടിലും നമുക്ക് കൂടുതലാണ് കമ്പ്യൂട്ട് ചെയ്ത വാല്യൂ കിട്ടിയത്. ദ കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ഹയർ ദാൻ ദ ടേബിൾ വാല്യൂ ആൻഡ് ഹെൻസ് ദ ഡിഫറൻസ് ഇസ് ദ മീൻ വാല്യൂസ് ഓഫ് സാമ്പിൾ ഈസ് സിഗ്നിഫിക്കൻറ്റ്. ദ സാമ്പിൾ കുഡ് നോട്ട് ഹാവ് കം ഫ്രം ദ സെയിം യൂണിവേഴ്സ്. അതായത് നമുക്ക് കിട്ടിയ വാല്യൂ 8.14 ആണ്. അത് 3.89നെക്കാട്ടിലും വലുതാണ്. അപ്പോൾ എന്ത് മനസ്സിലാക്കാം? നമ്മൾ സെറ്റ് ചെയ്ത നൾ ഹൈപ്പോത്തീസിസ് റിജക്റ്റ് ചെയ്യും. ആ റിജക്റ്റ് ചെയ്യുന്നത് വഴി നമുക്ക് കണ്ടെത്താം എന്തെന്ന് വെച്ചാൽ ഈ ദ സാമ്പിൾസ് ആർ ഈക്വൽ എന്നാണ് നമ്മൾ സെറ്റ് ചെയ്തത്. അപ്പോൾ ആ സാമ്പിൾസ് ഒന്നും ഒരേ യൂണിവേഴ്സിലല്ല, ഒരേ ഈക്വൽ അല്ല, ഒരേ കൈൻഡ് ഓഫ് പോപ്പുലേഷൻ നല്ല വരുന്നത് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ നൾ ഹൈപ്പോത്തീസിസ് റിജക്റ്റ് ചെയ്യേണ്ടി വരും. ഇതാണ് ലാസ്റ്റ് വൺ ഡിസിഷൻ മേക്കിങ്ങിൽ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് വൺ വേ അനോവയിലെ പ്രോബ്ലം എന്ന് പറയുന്നത്. വൺ വേ അനോവയിൽ നമുക്കറിയാം സിംഗിൾ ക്രൈറ്റീരിയ വെച്ചായിരിക്കും. അപ്പോൾ ഇവിടെ മോർ ദാൻ 2 ക്രൈറ്റീരിയ തരുമ്പോൾ നമുക്ക് ടേബിളിൻ്റെ സ്ട്രക്ചർ മാറും, ടേബിൾസിൻ്റെ ടേംസ് മാറും, കുറേ പുതിയ ഐറ്റംസൊക്കെ വരും. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട രീതിയും ഒക്കെ മാറും. ഇത് കുറച്ചും കൂടി എളുപ്പമാണ്. 2 വരുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ കാൽക്കുലേഷൻ വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.
Fourth one, compare the value of f within the table values at a particular level of significance. If the computer value is greater than the table value, then we can conclude that the difference in sample means is significant. That means it could not have arising due to fluctuations of simple sampling. അതായത് നമ്മൾ കണ്ടെത്തിയ എഫ് വാല്യൂ അല്ലെങ്കിൽ കമ്പ്യൂട്ടഡ് വാല്യൂ ടേബിൾ വാല്യൂവിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ we can conclude that the difference in sample means is significant. ഇനി നമുക്ക് അനോവ ടേബിളിലെ കുറച്ച് ടേംസിന് പരിചയപ്പെടാം. SSC, SSE, SST, MSC, MSE, DF. SSC എന്ന് പറയുന്നത് സം ഓഫ് സ്ക്വയേഴ്സ് ബിറ്റ്വീൻ സാമ്പിൾസ്. SSE എന്ന് പറയുന്നത് സം ഓഫ് സ്ക്വയേഴ്സ് വിത്തിൻ സാമ്പിൾസ്. SST എന്ന് പറയുന്നത് ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് വേരിയേഷൻസ്. MSC എന്ന് പറയുന്നത് മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ബിറ്റ്വീൻ സാമ്പിൾസ്. MSE എന്ന് പറയുന്നത് മീൻ സം ഓഫ് സ്ക്വയേഴ്സ് വിത്തിൻ സാമ്പിൾസ്. DF ഡിഗ്രി ഓഫ് ഫ്രീഡം. ഇനി അനോവ ടേബിൾ എങ്ങനെയാണെന്ന് നോക്കാം. അതിൽ 4 കോളം ആൻഡ് 4 റോസ് ആണ് വരുന്നത്. സോഴ്സ് ഓഫ് വേരിയേഷൻസ്, സം ഓഫ് സ്ക്വയേഴ്സ്, DF ഡിഗ്രി ഓഫ് ഫ്രീഡം, MS മീൻ സ്ക്വയർ വേരിയൻസ് റേഷ്യോ ഓഫ് F. അതിൽ ബിറ്റ്വീൻ ദ സാമ്പിൾസിൽ SSC C-1 MSC ആണ് വരുന്നത്. വിത്തിൻ ദ സാമ്പിൾസിൽ SSE N-C MSC, പിന്നെ MSC ഡിവൈഡഡ് ബൈ MSC റേഷ്യോ, പിന്നെ ടോട്ടലാണ് SST N-1. ഓക്കെ, ഇനി നമുക്ക് ഒരു പ്രോബ്ലത്തിലേക്ക് കടക്കാം. പ്രോബ്ലം എന്താണ്? ദ ഫോളോവിങ് ടേബിൾ ഗിവ്സ് ദ yield ഓൺ 15 samples plots under 3 variety of seeds. 50 സാമ്പിൾസ് വെച്ച് 3 വെറൈറ്റി ഓഫ് സീഡ്സ് ആണ് തന്നിരിക്കുന്നത്. PQR ആണ് സീഡ്സ്. അതിൽ തന്നെ മൊത്തം 15 സാമ്പിൾസ് ഉണ്ട്. ഇവിടെ ക്വസ്റ്റ്യൻ മേക്ക് ദ അനാലിസിസ് ഓഫ് വേരിയൻസ് ഓഫ് ഡാറ്റ. നമുക്കറിയാം ഇവിടെ ഈൽഡും സീഡ്സും തമ്മിലുള്ള കമ്പാരിസൺ ആണ് ചോദിച്ചത്. അപ്പോൾ ഇത് 1 വേ ക്ലാസിഫിക്കേഷൻ ആണ്. സിംഗിൾ ഫാക്ടർ, ഒരു സിംഗിൾ ക്രൈറ്റീരിയ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സൊല്യൂഷൻ്റെ മുന്നിൽ കടക്കുന്നതിന് മുന്നേ സൊല്യൂഷന് നമ്മൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, കാൽക്കുലേറ്റ് ചെയ്യാൻ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അതെങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടേ എന്നാണ് നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഫൈൻഡ് കറക്ഷൻ ഫാക്ടർ. ഇവിടെ കറക്ഷൻ ഫാക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് T²/n ആണ്. T² എന്ന് പറയുന്നത് സ്ക്വയർ ഓഫ് ദ ടോട്ടൽ ഓൾ ഐറ്റംസ്. എല്ലാ സാമ്പിൾസിൻ്റെയും എല്ലാ ഐറ്റംസിൻ്റെയും ടോട്ടൽ ചെയ്തിട്ട് അതിൻ്റെ സ്ക്വയർ, പിന്നെ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ്. ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് എന്ന് പറയുന്നത് നമുക്കറിയാം n ആണ്. ദെൻ കാൽക്കുലേറ്റ് ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ്. SST is equal to sum of squares of observation minus correction factor. ഇവിടെ SST ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. SST കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഒബ്സർവേഷൻ, അതിൽ നിന്ന് T²/n മൈനസ് ചെയ്താൽ നമുക്ക് SST കിട്ടും. ദെൻ തേർഡ് വൺ, കാൽക്കുലേറ്റ് സം ഓഫ് സ്ക്വയേഴ്സ് ബിറ്റ്വീൻ ദ സാമ്പിൾസ് ആണ്. അതെന്ന് പറയുന്നത് SSC കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് σx1² ഡിവൈഡഡ് ബൈ n പ്ലസ് σs2, അങ്ങനെ x3 എത്ര സാമ്പിൾസ് ഉണ്ട് അത്രയും നമ്മൾ അത് ടോട്ടൽ ചെയ്തിട്ട് അതിൻ്റെ സ്ക്വയർ എടുത്തിട്ട് അതിനെ നമ്മൾ നമ്പർ ഓഫ് ഐറ്റംസിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കിട്ടുന്നത് എല്ലാ കോളേജിൻ്റെയും എല്ലാ ഐറ്റംസിനെയും ഡിവൈഡ് ചെയ്ത് കിട്ടിയതിൽ നിന്നും നമ്മൾ T²/n മൈനസ് ചെയ്യുമ്പോഴാണ് SSC കിട്ടുന്നത്. ദെൻ നമുക്ക് ഫിഫ്ത്ത് വൺ നോക്കാം. കമ്പ്യൂട്ട് മീൻ ഓഫ് സ്ക്വയേഴ്സ് ബിറ്റ്വീൻ ദ സാമ്പിൾസ് MSC. അതായത് MSC കാണാനാണ് പറയുന്നത്. MSC കാണാൻ നമുക്ക് ആദ്യം നമ്മൾ മുകളിൽ കണ്ടുപിടിച്ച SSC ഡിവൈഡഡ് ബൈ DF. DF എന്ന് പറയുന്നത് നമുക്കറിയാം നമ്പർ ഓഫ് കോളം -1.
എത്ര കോളം ഉണ്ടോ അതിൽ നിന്ന് 1 കുറയ്ക്കാം. 3 കോളം ആണെങ്കിൽ അതിൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 2 കിട്ടും. ഇനി 6 കാൽക്കുലേറ്റ് നമ്പർ ഓഫ് സ്ക്വയേഴ്സ് വിത്തിൻ ദ സാമ്പിൾസ്. അതായത് റോസിലെ SSE ആണ് നോക്കുന്നത്. SSE കാണാൻ നമുക്ക് ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ് മൈനസ് സം ഓഫ് സ്ക്വയേഴ്സ് ബിറ്റ്വീൻ ദ സാമ്പിൾസ്. ഇനി MSE ആണ്. MSE എന്ന് പറയുന്നത് SSE ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐറ്റംസ്. ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റം മൈനസ് നമ്പർ ഓഫ് കോളംസ്. MSE കാണാൻ SSE ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റം മൈനസ് നമ്പർ ഓഫ് കോളംസ്. എത്ര ഐറ്റംസ് ഉണ്ട് അതിൽ നിന്ന് എത്ര കോളംസ് ഉണ്ടെന്ന് നോക്കുക. കമ്പ്യൂട്ട് എഫ് റേഷ്യോ കാണാൻ നമുക്കറിയാം ലാർജ് വേരിയൻസ് ഡിവൈഡഡ് ബൈ സ്മാളർ വേരിയൻസ്. അല്ലെങ്കിൽ എഫ് റേഷ്യോ കാണാൻ നമുക്ക് ഇവിടെ കണ്ടോ അനോവ ടേബിളിൽ എഫ് റേഷ്യോ കാണാൻ MSE ഡിവൈഡഡ് ബൈ MSE ചെയ്താലും എഫ് റേഷ്യോ കാണാൻ കഴിയും. ദെൻ നമുക്ക് കമ്പയർ ദ കമ്പ്യൂട്ടഡ് വാല്യൂ ഓഫ് എഫ് ടേബിൾ വാല്യൂസ്, ഡിസൈഡ് ദ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഡിഗ്രി ഓഫ് ഫ്രീഡം. If calculated value is less than the table value, we can accept the null hypothesis. Then that means the difference in the mean value of the sample is not significant. അതായത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത വാല്യൂ ടേബിൾ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യാം. അങ്ങനെ കമ്പയർ ചെയ്ത് കിട്ടുന്ന വാല്യൂ ഡിഗ്രി ഓഫ് ഫ്രീഡം വെച്ച് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ലെസ് ദാൻ ദ ടേബിൾ വാല്യൂ. നമുക്ക് കിട്ടിയ കാൽക്കുലേറ്റഡ് വാല്യൂ ടേബിൾ വാല്യൂവിനെക്കാട്ടിലും കുറവാണെങ്കിൽ നമുക്ക് നൾ ഹൈപ്പോത്തിസിനെ ആക്സെപ്റ്റ് ചെയ്യാം. നൾ ഹൈപ്പോത്തിസിസ് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം എല്ലാ സാമ്പിൾസും ഒരേ യൂണിവേഴ്സിൽ നിന്നാണ്, ഒരേ യൂണിവേഴ്സിലും ഒരേ കൈൻഡ് ഓഫ് വേരിയൻസ് ആയിരിക്കും എന്നാണ് നൾ ഹൈപ്പോത്തിസിസ് പറയുന്നത്. എല്ലാ സാമ്പിൾസും ഈക്വൽ ആണെന്ന് നമുക്ക് തെളിയിക്കാം. ദെൻ നമുക്ക് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാം. പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലെ PQR എന്ന് 3 കോളം ഉണ്ട്. ആ 3 കോളത്തിലും Pക്ക് 5 ഐറ്റംസ്, Q 5 ഐറ്റംസ്, Rനും 5 ഐറ്റംസ്. അത് X1, X2, X3 ആയിട്ട് കാണാം. സാമ്പിൾ 1ൽ X1, സാമ്പിൾ 2ൽ X2, സാമ്പിൾ 3ൽ X3. X1ൽ 18, 19, 21, 14, 18. X2ൽ 16 and 18, 15, 13, 23. X3ൽ 23, 26, 20, 26, 30. അതുപോലെ തന്നെ സാമ്പിൾ 1ൽ തന്നെ കാണാം X1 സ്ക്വയർ. X1 സ്ക്വയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഐറ്റം, അതായത് ഫസ്റ്റ് സാമ്പിൾ എന്ന് പറയുന്നത് 18 ആണ്. ആ 18ൻ്റെ നേരെ സ്ക്വയർ എടുക്കണം നമുക്ക്. ഇപ്പോൾ 18ൻ്റെ സ്ക്വയർ 324. അതുപോലെ തന്നെ 19ൻ്റെ സ്ക്വയർ എടുക്കുന്നു, 21 സ്ക്വയർ എടുക്കുന്നു, 14 സ്ക്വയർ എടുക്കുന്നു, 18 സ്ക്വയർ. അങ്ങനെ എടുത്തതിന് ശേഷം ആദ്യം എടുത്ത 18, 19, 21, 14, 18 ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 19 കിട്ടുന്നു. അതിന് നേരെ എല്ലാ ഐറ്റംസിനെയും സ്ക്വയർ എടുത്ത് അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1646 കിട്ടുന്നു. അങ്ങനെ സാമ്പിൾ 2ലും സാമ്പിൾ 3ലും ഇതുപോലെ തന്നെ ചെയ്യാം. സാമ്പിൾ 2ൽ നമ്മൾക്ക് ഐറ്റംസിൻ്റെ ടോട്ടൽ 85ഉം സ്ക്വയറിൻ്റെ ടോട്ടൽ 1503 കിട്ടുന്നു. മൂന്നാമത്തേത് നമുക്ക് ഐറ്റംസിൻ്റെ ടോട്ടൽ 125 കിട്ടുന്നു. സ്ക്വയറിൻ്റെ ടോട്ടൽ 3181 കിട്ടുന്നു. ഓക്കെ, നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിരിക്കുന്നു. ഇനി അത് നൾ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യണം. നൾ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യുന്നത് നമുക്കറിയാം ദ മീൻ ഓഫ് ആൾ സാമ്പിൾസ് ആർ ഈക്വൽ. എല്ലാ സാമ്പിൾസും ഈക്വലാണ്, ഒരേ പോപ്പുലേഷനിലാണ് വരുന്നതെന്നാണ് നമ്മൾ നൾ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് കറക്ഷൻ ഫാക്ടർ കണ്ടുപിടിക്കണം. കറക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത് നമുക്കറിയാം ഇവിടെ സ്ക്വയർ ഓഫ് ദ ടോട്ടൽ ഓൾ ഐറ്റംസ് T² by Nലെ സ്ക്വയർ ഓഫ് ദ ടോട്ടൽ ഓൾ ഐറ്റംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ്.
ഇവിടെ സാമ്പിൾ 1, സാമ്പിൾ 2, സാമ്പിൾ 3യിൽ x1ൻ്റെ ടോട്ടൽ 90 ആണ്, x2ൻ്റെ ടോട്ടൽ 85 ആണ്, x3ൻ്റെ ടോട്ടൽ 125 ആണ്. ടി സ്ക്വയർ എന്ന് പറയുന്നത് സിഗ്മ x1 പ്ലസ് സിഗ്മ x2 പ്ലസ് സിഗ്മ x3 90 പ്ലസ് 85 പ്ലസ് 125 ഇസ് ഈക്വൽ ടു 300 എന്ന് കിട്ടും. ദെൻ നമുക്കതിൻ്റെ 300ൻ്റെ സ്ക്വയറാണ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ അതിനു മുമ്പ് n എന്ന് പറയുന്നത് 50 ആണ്. നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് ആണ്. ഓരോ കോളത്തിനും ഓരോ 3 കോളത്തിനും 5 ഐറ്റംസ് വെച്ച് 15 ഐറ്റംസ് ഉണ്ട്. അതാണ് 15 എന്ന് പറയുന്നത്. ടി സ്ക്വയർ ഇവിടെ നോക്കാം. ടി സ്ക്വയർ ബൈ n ഈസ് ഈക്വൽ ടു 300 സ്ക്വയർ ഡിവൈഡഡ് ബൈ 15. 300ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 90,000 ബൈ ഡിവൈഡഡ് ബൈ 15. കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 6,000 ആണ്. അപ്പോൾ നമുക്ക് കറക്ഷൻ ഫാക്ടർ കിട്ടി. ഇനി നമുക്ക് ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ് നോക്കാം. അതായത് SST ആണ് കണ്ടത്. SST കാണാൻ നമുക്കറിയാം. ഇവിടെ SST കാണാൻ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഒബ്സർവേഷൻ മൈനസ് കറക്ഷൻ ഫാക്ടർ. ഇവിടെ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് സാമ്പിൾ 1ലും സാമ്പിൾ 2ലും സാമ്പിൾ 3ലും നമ്മൾ കണ്ടുപിടിച്ച x1ൻ്റെ സ്ക്വയറാണ്. ഓരോ ഐറ്റംസിൻ്റെയും സ്ക്വയർ കണ്ടുപിടിച്ച് അത് ടോട്ടൽ ചെയ്യുന്നതിൻ്റെയാണ് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഓൾ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഇവിടെ സാമ്പിൾ 1ൻ്റെ സ്ക്വയർ ടോട്ടൽ എന്ന് പറയുന്നത് 1646 ആണ്. അതുപോലെ തന്നെ സാമ്പിൾ 2ൻ്റെത് 1503 ആണ്. 3181 സാമ്പിൾ 3ൻ്റെതാണ്. അത് നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. അത് നമ്മൾ ടോട്ടൽ ചെയ്തിട്ട് അതിന്ന് കറക്ഷൻ ഫാക്ടർ മൈനസ് ചെയ്യുന്നു. അതായത് ടി സ്ക്വയർ ബൈ n മൈനസ് ചെയ്യുന്നു. ടി സ്ക്വയർ ബൈ n നമുക്ക് 6000 ആണ് കിട്ടിയത്. അത് നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 313 കിട്ടുന്നു. SST 313 കിട്ടുന്നു. സം ഓഫ് സ്ക്വയേഴ്സ് ബിറ്റ്വീൻ ദ സാമ്പിൾസ്. ഇനി കോളംസ് ആണ് നോക്കുന്നത്. അതായത് SSC നോക്കാം. SST കിട്ടി. നമുക്ക് ഇനി SSC നോക്കാം. SSC എന്ന് പറയുന്നത് നോക്കും. കാൽക്കുലേറ്റ് സം ഓഫ് സ്ക്വയേഴ്സ് ബിറ്റ്വീൻ ദ സാമ്പിൾസിൽ കോളം വൈസിൽ SSC എന്ന് പറയുന്നത് സിഗ്മ x1 ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ n പ്ലസ് x2 പ്ലസ് x3 അങ്ങനെ അങ്ങനെ നമുക്ക് കറക്ഷൻ ഫാക്ടർ മൈനസ് ചെയ്ത് കിട്ടുമ്പോഴാണ് SSC കിട്ടുന്നത്. ഇവിടെ SSC എന്ന് പറയുന്നത് ഇക്വേഷൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ 90, 85, 125 നമുക്കറിയാം. നമ്പർ ഓഫ് ഐറ്റംസിനെ ടോട്ടൽ ചെയ്തതിന് ശേഷം അതിൻ്റെ സ്കോറാണ് എടുത്തിരിക്കുന്നത്. x1ൻ്റെ 90യും x2 85ഉം x3യും 125ഉം ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സ്ക്വയറാണ്. അതിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുമ്പോൾ നമ്മൾ n ഇവിടെ 15 അല്ല 5 ആണ്. ബിക്കോസ് നമ്മൾ ഓരോ കോളത്തിൻ്റെയും എടുക്കുമ്പോൾ ആ കോളത്തിൽ എത്ര ഐറ്റംസ് ഉണ്ടെന്ന് നോക്കും. അതായത് ഫസ്റ്റ് കോളത്തിൽ 5 ഐറ്റം, സെക്കൻഡ് കോളത്തിലും 5 ഐറ്റം തന്നെ, മൂന്നാമത്തെ കോളത്തിലും 5 ഐറ്റം തന്നെ, അങ്ങനെ മൊത്തം 15 ആണ്. ഇവിടെ ഓരോ കോളത്തിലും എത്ര നമ്പർ ഓഫ് ഐറ്റംസ് ഉണ്ടെന്ന് നോക്കുമ്പോൾ അതിൽ 5 ആണ് വരുന്നത്. അപ്പോൾ ഇത് 90 സ്ക്വയർ ഡിവൈഡഡ് ബൈ 5 പ്ലസ് 85 സ്ക്വയർ ഡിവൈഡഡ് ബൈ 5 പ്ലസ് 125 സ്ക്വയർ ഡിവൈഡഡ് ബൈ 5 മൈനസ് ടി സ്ക്വയർ ബൈ n, അതായത് 60,000. അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നത് നമുക്ക് 190 ആണ്. 190 നമുക്ക് കിട്ടും. ഇനി നമുക്ക് MSC ആണ് കാണേണ്ടത്. MSC കാണാൻ നമ്മൾ SSC ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് കോളം മൈനസ് 1 ചെയ്യും. SSC നമുക്ക് കിട്ടിയിട്ടുണ്ട് 190. നേരെ മുകളിൽ നമുക്ക് SSC കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 190 കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ നമ്പർ ഓഫ് കോളം മൈനസ് 1 ചെയ്യണം. ഇവിടെ നമ്പർ ഓഫ് കോളം എന്ന് പറയുന്നത് 3 ആണ്. 3 മൈനസ് 1 എന്ന് പറയുമ്പോൾ 2. അപ്പോൾ 190 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 95.
സം ഓഫ് സ്ക്വയേഴ്സ് വിത്തിൻ ദ സാമ്പിൾസ്. അതായത് SSC ആണ് നോക്കേണ്ടത്. SSC കാണാൻ നമുക്ക് ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ് മൈനസ് സം ഓഫ് സ്ക്വയേഴ്സ് ബിറ്റ്വീൻ ദ കോളംസ്. SSC എന്ന് പറയുന്നത് ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ് ഈസ്, ഇവിടെ കണ്ടോ SST നമുക്ക് കിട്ടിയത് 313 ആണ്. ഡിവൈഡഡ് ബൈ SST മൈനസ് SSC ചെയ്യുമ്പോൾ നമുക്ക് SSE കിട്ടും. SSC കിട്ടുന്നത് SST മൈനസ് SST എന്ന് പറയുന്നത് 313 ആണ്. SSC 190 ആണ് കിട്ടുന്നത്. 313 മൈനസ് 190 ഈസ് ഈക്വൽ ടു 114. അങ്ങനെ SSCയും നമുക്ക് കിട്ടി. ഇനി MSC നോക്കാം. MSC കാൽക്കുലേറ്റ് ചെയ്ത ഫോർമുല SSC ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് മൈനസ് നമ്പർ ഓഫ് കോളംസ്. SSC എന്ന് പറയുന്നത് 140, നമുക്ക് നേരെ മുകളിൽ 140 കിട്ടിയിട്ടുണ്ട്. ഇനി ടോട്ടൽ നമ്പർ ഓഫ് ഓൾ ഐറ്റംസ് മൈനസ് നമ്പർ ഓഫ് കോളംസ്. അതായത് ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു 15 ഐറ്റംസ് ഉണ്ട്. ആ 15 ഐറ്റംസിൽ നിന്ന് നമ്മൾ എത്ര കോളം ഉണ്ടെന്ന് മൈനസ് ചെയ്യണം. 50 മൈനസ് 3 എന്ന് പറയുമ്പോൾ 12 കിട്ടും. 140 ഡിവൈഡ് ബൈ 12 എന്ന് പറയുന്നത് 11.67 കിട്ടും. നമുക്ക് MSC കിട്ടി 11.67. ഇനി നമുക്ക് അനോവ ടേബിൾ ഉണ്ടാക്കാം. അനോവ ടേബിൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കണ്ടെത്തിയ ആൻസറാണ് എടുത്തെഴുതേണ്ടത്. അവിടെ ബിറ്റ്വീൻ ദ സാമ്പിൾസിൽ 190, ഡിഗ്രി ഓഫ് ഫ്രീഡം 2. ഡിഗ്രി ഓഫ് ഫ്രീഡം 2 എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ 3 മൈനസ് 1, നമ്പർ ഓഫ് കോളം മൈനസ് 1 ചെയ്യുമ്പോൾ 2 കിട്ടും. പിന്നെ വിത്തിൻ ദ സാമ്പിൾസിൽ 140, 12 കിട്ടിയത് അറിയാം. 15 ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റം മൈനസ് നമ്പർ ഓഫ് കോളംസ് ചെയ്യുമ്പോൾ 12 കിട്ടും. അതായത് നമ്മൾ മുന്നേ പറഞ്ഞില്ല ഒരു കോളം, ഇത് അനാലിസിസ് ഓഫ് വേരിയൻസിൽ പറഞ്ഞല്ലോ. ബിറ്റ്വീൻ ദ സാമ്പിൾ SSC SC-1 അങ്ങനെ ചെയ്യുമ്പോൾ SSC N- ഇതിൻ്റെ നേരെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ ആണ് അനോവ ടേബിൾ ലാസ്റ്റ് നമ്മൾ എടുത്തെഴുതുന്നത്. അതാണിത്. പിന്നെ SST നമുക്കറിയാം 330 ആണ് ലാസ്റ്റ് കിട്ടിയ ടോട്ടൽ. പിന്നെ ഡിഗ്രി ഓഫ് ഫ്രീഡം 14. SSTയിൽ 330, ഡിഗ്രി ഓഫ് ഫ്രീഡംസിൽ 14 വന്നത് 50 മൈനസ് 1. അതായത് ഇവിടെ നോക്കാം, നമുക്ക് അനോവ ടേബിളിൽ ടോട്ടലിന് നേരെ SST പിന്നെ N-1. N-1 എന്ന് പറയുമ്പോൾ N ഈസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് ഓൾ ഐറ്റംസ് മൈനസ് 1. അതായത് ടോട്ടൽ നമ്പർ ഓഫ് ഓൾ ഐറ്റംസ് എന്ന് പറയുന്നത് 15 ആണ്. 15 മൈനസ് 1 എന്ന് പറയുന്നത് 14 ആണ്. ആ 14 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് F റേഷ്യോ ആണ് കാണേണ്ടത്. F റേഷ്യോ കാണാൻ നമുക്ക് വാരിയൻസ് ബിറ്റ്വീൻ സാമ്പിൾസ്, വാരിയൻസ് വിത്തിൻ സാമ്പിൾസ് നോക്കാം. നമുക്ക് കിട്ടിയ 95ഉം, അതായത് ഇവിടെ MSC കിട്ടിയിട്ടുണ്ട്, MSEയും കിട്ടിയിട്ടുണ്ട്. F റേഷ്യോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഇവിടെ നോക്കൂ. വാരിയൻസ് റേഷ്യോ ഓഫ് F എന്ന് പറയുന്നത് ലാസ്റ്റ് കോളത്ത് കാണാം. MSC ഡിവൈഡഡ് ബൈ MSC. MSC ഡിവൈഡഡ് ബൈ MSE. MSCയുടെ വാല്യൂ 95ഉം MSCയുടെ വാല്യൂ 11.67 ആണ്. 95 ഡിവൈഡഡ് ബൈ 11.67 എന്നാണ് രണ്ട് ഐറ്റം MSCയും MSCയും കിട്ടിയത്. അത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 8.14 കിട്ടും. 8.14 കിട്ടും. ഇനി നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിലേക്കാണ് പോകുന്നത്. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച നൾ ഹൈപ്പോത്തീസിസ് ആക്സെപ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യണോ ആണ് നോക്കേണ്ടത്. നമ്മൾ സെറ്റ് ചെയ്ത നൾ ഹൈപ്പോത്തീസിസ് എന്ന് പറയുന്നത് H0 is equal to the mean of all sample are equal. എല്ലാ സാമ്പിൾസും ഈക്വൽ ആണ്. എല്ലാ സാമ്പിൾസും ഒരേ വേരിയൻസിലാണ് അല്ലെങ്കിൽ ഒരേ കൈൻഡ് ഓഫ് പോപ്പുലേഷൻസിലാണ് എറൈസ് ചെയ്യുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ the table value of F for V
2v12. അതായത് ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് പറയുന്നത്. ഡിഗ്രി ഓഫ് ഫ്രീഡം നമുക്ക് കിട്ടിയത് ബിറ്റ്വീൻ ദ സാമ്പിൾസിൽ 2ഉം വിത്തിൻ ദ സാമ്പിൾസിൽ 12ഉം ആണ് കിട്ടുന്നത്. ആൻഡ് ദ 5 ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 3.89. നമ്മൾ ടേബിൾ വാല്യൂയിൽ എഫ് ടെസ്റ്റ് റേഷ്യോയിൽ നമുക്ക് നോക്കിയാൽ കിട്ടും. 5% നോക്കിയാൽ നമുക്ക് കാണാം ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 3.89 ആണ് കിട്ടുന്നത്. ഇവിടെ നമുക്ക് കമ്പ്യൂട്ട് ചെയ്ത വാല്യൂ 8.14 ആണ്. അതായത് നമ്മൾ ചെയ്ത കാൽക്കുലേറ്റഡ് വാല്യൂവിനെക്കാട്ടിലും ടേബിൾ വാല്യൂവിനെക്കാട്ടിലും നമുക്ക് കൂടുതലാണ് കമ്പ്യൂട്ട് ചെയ്ത വാല്യൂ കിട്ടിയത്. ദ കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ഹയർ ദാൻ ദ ടേബിൾ വാല്യൂ ആൻഡ് ഹെൻസ് ദ ഡിഫറൻസ് ഇസ് ദ മീൻ വാല്യൂസ് ഓഫ് സാമ്പിൾ ഈസ് സിഗ്നിഫിക്കൻറ്റ്. ദ സാമ്പിൾ കുഡ് നോട്ട് ഹാവ് കം ഫ്രം ദ സെയിം യൂണിവേഴ്സ്. അതായത് നമുക്ക് കിട്ടിയ വാല്യൂ 8.14 ആണ്. അത് 3.89നെക്കാട്ടിലും വലുതാണ്. അപ്പോൾ എന്ത് മനസ്സിലാക്കാം? നമ്മൾ സെറ്റ് ചെയ്ത നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യും. ആ റിജക്റ്റ് ചെയ്യുന്നത് വഴി നമുക്ക് കണ്ടെത്താം എന്തെന്ന് വെച്ചാൽ ഈ ദ സാമ്പിൾസ് ആർ ഈക്വൽ എന്നാണ് നമ്മൾ സെറ്റ് ചെയ്തത്. അപ്പോൾ ആ സാമ്പിൾസ് ഒന്നും ഒരേ യൂണിവേഴ്സിലല്ല, ഒരേ ഈക്വൽ അല്ല, ഒരേ കൈൻഡ് ഓഫ് പോപ്പുലേഷൻ നിന്നല്ല വരുന്നത് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യേണ്ടി വരും. ഇതാണ് ലാസ്റ്റ് വൺ ഡിസിഷൻ മേക്കിങ്ങിൽ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് വൺ വേ അനോവയിലെ പ്രോബ്ലം എന്ന് പറയുന്നത്. വൺ വേ അനോവയിൽ നമുക്കറിയാം സിംഗിൾ ക്രൈറ്റീരിയ വെച്ചായിരിക്കും. അപ്പോൾ ഇവിടെ മോർ ദാൻ 2 ക്രൈറ്റീരിയ തരുമ്പോൾ നമുക്ക് ടേബിളിൻ്റെ സ്ട്രക്ചർ മാറും, ടേബിൾസിൻ്റെ ടേംസ് മാറും, കുറേ പുതിയ ഐറ്റംസൊക്കെ വരും. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട രീതിയും ഒക്കെ മാറും. ഇത് കുറച്ചും കൂടി എളുപ്പമാണ്. 2വേയിൽ വരുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ കാൽക്കുലേഷൻ വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.